പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനമുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസിന്റെ തീവ്രശ്രമം നടക്കുകയാണ്. കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിനു പുറമെ പത്മജയെ ബിജെപിയിലേക്ക് എത്തിക്കാൻ ഇടനിലനിന്നത് മുഖ്യമന്ത്രിയുമായുള്ള നല്ല ബന്ധമുള്ള ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പുമായി അടുത്തതോടെ മാസപ്പടി കേസിലെ അന്വേഷണം അടക്കം നിലച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM BJP ബന്ധം സ്ഥാപിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്നാൽ ആലപ്പുഴയിൽ രാജ്യസഭാംഗമായ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും വടകരയിൽ പാലക്കാട് MLA ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വവുമാണ് കോൺഗ്രസ് BJP ബന്ധത്തിന് തെളിവായി CPM ഉയർത്തുന്നത്. പത്മജ വേണുഗോപാൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയതിന്റെ ഞെട്ടൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എങ്കിലും അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു CPM ഉന്നത നേതാവിന്റെ ഇടപെടലിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്ക് എത്തുന്നതിന് വേണ്ടിയ വഴിയൊരുക്കിയത് എന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എല്ലാ മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾക്കും അവർ തുടക്കമിട്ട് കഴിഞ്ഞു. എന്തായാലും സംസ്ഥാനത്ത് CPMഉം BJPയും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ആവർത്തിച്ചിരിക്കുന്നത്. അതിന് വ്യക്തമായ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് മാസപ്പടി വിവാദത്തിലടക്കം SFIO ഉൾപ്പെടെ തുടങ്ങിവെച്ച അന്വേഷണത്തിന്റെ ഗതി ഇപ്പോൾ എന്തായി, ഭാവി ഇപ്പോൾ എന്തായി എന്ന ചോദ്യം തന്നെയാണ്. കാരണം വലിയ ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ ഭാവി എന്തായി, അതിന്റെ അവസ്ഥ എന്തായി, അതുതന്നെയാണ് കോൺഗ്രസിനെതിരെ CPMഉം BJPയും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ബലപ്പെടുത്തുന്നത്. എല്ലാത്തിനും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ എവിടെ ED അന്വേഷണം കരുവന്നൂരിലെ, എവിടെ മാസപ്പടി അന്വേഷണം, എവിടെ പോയി? കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്കും. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ലെങ്കിൽ വെറുതെ റോട്ടിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച്, തൂണും ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. ലോക്നാഥ് ബെഹ്റ ആരുടെ കോൺഫിഡൻസ് ആണ് എൻജോയ് ചെയ്യുന്നത്? അത് റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകളാണ്. അതിൽ വാസ്തവമുണ്ട് എന്നാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. CPMഉം BJPയുമായി ഒരു ബാന്ധവമുണ്ട് എന്നുള്ളതാണോ ഈ പുതിയ ആരോപണങ്ങളുടെ? അല്ല, അത് പുതിയ ആരോപണം വേണ്ട, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ പ്രചാരണം സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലും ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ നിന്ന് മാറിയതിന്റെ അല്ലെങ്കിൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ CPM ആണ്. സംസ്ഥാനത്തെ BJPയെ വളർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നത് CPM തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ.